ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വിലായത്ത് ബുത്ത റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ സച്ചിയുടെ, അതായത് ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശി ചെയ്ത സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ഈ രണ്ട് പടത്തിന് ശേഷം ചെയ്യായിരുന്ന പടമായിരുന്നു ഇത്. പക്ഷേ അതിനു മുമ്പേ പുള്ളിക്കാരൻ വിട്ടുപോയി. അതിന് പകരം ഈ ഒരു പടം ഡയറക്ഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ജയൻ നമ്പ്യാരാണ്. അപ്പം ഈ പടത്തിനെ പറ്റി ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ ഒരു കഥ എനിക്ക് അറിയാവുന്ന കഥയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അത് പൃഥ്വിരാജ് പറയുന്നതിന് വിട്ട് ലോകേഷിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് 10 വർഷത്തിലുള്ള ഡ്രീം പ്രോജക്റ്റുകൾ മൊത്തത്തിൻ്റെ കഥ പൃഥ്വിരാജിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ സച്ചി എൻ്റെ അടുത്തൊന്നും കഥ പറഞ്ഞിട്ടില്ല. ഇത് GR ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു പടം ചെയ്തേക്കുന്നത്. ഈ ഒരു പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പടത്തിൻ്റെ ക്വാളിറ്റി ഡൗൺ ആവാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയാം. ഈ ഒരു കഥ നിങ്ങൾ കേട്ട് കാണും. ഞാനും കേട്ടേ, ഞാൻ വായിച്ചതല്ല, കേട്ടയാണ്. അപ്പോൾ വോയിസ് റെക്കോർഡിൽ കൂടെ കേട്ടയാണ്. അപ്പോൾ ഈ ഒരു കഥ നമ്മൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ണടച്ച് ആ ഒരു സ്റ്റോറി എങ്ങനെയാണെന്ന് നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് സിനിമയായിട്ട് വന്നപ്പം ആ ഒരു നോവല് വന്നതിൻ്റെ 7 അയലത്ത് പോലും ഈ ഒരു സിനിമ എത്തിയിട്ടില്ലെന്നാണ്. ആവറേജ് ആവാൻ കിടന്ന് കഷ്ടപ്പെടുന്ന രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉർവശി തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് കിടലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3D എഫക്റ്റ് ഒക്കെ വെച്ച് അതേപോലത്തെ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് AVM പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് കഴിഞ്ഞിട്ട് കൊണ്ട് പോയി പടത്തിലോട്ട് കടന്ന് പടം തുടങ്ങുമ്പം ഷമി തിലകനെ കാണിക്കുന്നുണ്ട്. ഷമി ഒരു സാറാ നോവലിനകത്തിൻ്റെ വിട്ട്. അപ്പോൾ ഇപ്പം പുള്ളിക്കാരൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ ആ ഒരു പവർഫുൾ ക്യാരക്ടർ അതിനകത്ത് പുള്ളിക്കാരൻ്റെ കാണിക്കുന്നുണ്ട്. അതെന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ പടം കണ്ട് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡ്യൂറേഷനാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ. എന്തൊരു വെറുപ്പീരാന്ന് പറയുമോ. പിന്നെ വെറുപ്പീര് ഇഷ്ടം പോലെ ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഫസ്റ്റ് വെറുപ്പീര് തുടങ്ങുകയാണ്. ഇതിനകത്ത് രാജശ്രീ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, പഴയ മേഘ സന്ദേശത്തിനകത്ത് ഒരു ആക്ട്രസും. അവരുടെ മോളായിട്ട് പ്രിയമത കൃഷ്ണൻ എന്ന് പറയുമ്പം ഈ മിന്നൽ വള നരിവേട്ടയ്ക്കകത്ത ആക്ട്രസ് ഉള്ളത് പറയാലോ. എന്തൊരു വെറുപ്പിലാണെന്നറിയോ, എന്തൊരു വെറുപ്പിച്ചങ്ങ് കൊല്ലുക ഈ ഓഡിയൻസിനെ. അതിൻ്റെ രാജശ്രീ അത്ര വെറുപ്പീരില്ലായിരുന്നു. അതിൻ്റെ മോളായിട്ട് വന്ന പ്രിയമത കൃഷ്ണൻ എന്തൊരു വെറുപ്പീര്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വെറുപ്പീരാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ആർട്ട് വർക്കുകൾ. എന്തിനാ ഈ നാടകത്തിൻ്റെ കൂടെയുള്ള ആർട്ട് വർക്കുകളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ നോവലിനകത്ത് ഒരു സാറ് ഇവിടെ സെപ്റ്റി ടാങ്ക് അല്ല, ക്ലോസറ്റ് കുഴിക്കകത്ത് വീഴുന്ന കാണിക്കുന്നുണ്ട്. ഒരു തീട്ടക്കുഴിക്കകത്ത്, മലയാളത്തിൽ പറയുവാണെങ്കിൽ തീട്ടക്കുഴിക്കകത്ത് വീഴുന്ന കാണിക്കുന്നുണ്ട്. തീട്ടക്കുഴിക്കകത്ത് വീഴുന്ന കാണിക്കുവാണെങ്കിൽ ഇത് മറ്റേ നമ്മൾ ഈ വീട് വെക്കുമ്പം ഇഷ്ടിക നനയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കിയിടുമല്ലോ, അത് തന്നെ സംഭവം. ആ സംഭവത്തിനകത്ത് കുറച്ച് ചാണകവെള്ളമാണെന്ന് തോന്നുന്നു. എൻ്റെ സംശയം അതല്ല. ആകെ 2 പേരെ ആ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. ഇത്രയും തൂറി നിറയ്ക്കാൻ ഇവർ എന്തോ തിന്നുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് ആ സെപ്റ്റി ടാങ്ക് തീട്ടക്കുഴി മൊത്തം നിറഞ്ഞു കിടക്കും. അത്രയും തൂറണമെങ്കിൽ ഇവരെന്തോ തിന്നുന്നതാണ്. അപ്പോൾ അതിനകത്ത് വീണ് ഒറ്റ കൈ കൊണ്ട് ഒരാൾക്ക് താഴെ നിന്നുകൊണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ച് മേപ്പോട്ട് കയറ്റാനേ ഉള്ളൂ. അതിന് പകരം എന്തൊക്കെയാണ് JCB ഇതൊക്കെ കൊണ്ടുവന്ന് ഇറക്കുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ബാക്കിയെല്ലാം നോവലിൻ്റെ ഒക്കെ കൂട്ട് കുറച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറേ വെറുപ്പീര് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ മോഹനൻ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഈ മുഖത്ത് ആ ലുക്ക് തന്നെ എന്തോ പോരാന്ന് പറയും. അതായത് വിഗ് വെച്ചാണ്, വിഗ് ഒരു അത് കാണുമ്പോഴേ അറിയാം ഒരു പന്ന വിഗാണെന്നും. പിന്നെ ഈ മുഖത്ത് കറുപ്പിക്കാൻ വേണ്ടി മുഖത്ത് കരി എടുത്ത് തേച്ചിട്ടുണ്ട്. അത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മറയൂർ വെച്ചാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് മൊത്തം നടക്കുന്നത്. അവിടുത്തെ സംഭവങ്ങളും മറയൂർ ശർക്കരയുടെ കാര്യങ്ങളും അതൊക്കെയാണ് അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കാണിക്കുക, നോവലിലില്ലാത്ത എന്തൊക്കെയോ കാണിക്കുക. ഈ പുഷ്പയ്ക്കകത്ത് രാഷ്മിക വെറുപ്പിച്ചതിൻ്റെ 10 ഇരട്ടിയാണ് ഇതിനകത്ത് പ്രിയമത കൃഷ്ണൻ വെറുപ്പിച്ചേക്കുന്നത്. പ്രിയമത കൃഷ്ണനും പൃഥ്വിരാജും. പ്രിയമത കൃഷ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് സെക്സിയാണ് എപ്പോഴും. അതായത് എപ്പോഴും ഒരു മറയൊന്നുമില്ല. എവിടെ കണ്ടാലും അവിടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ഒരു കുറേ നേരം എവിടെ കണ്ടാലും എവിടെയൊക്കെ ഇവരെ കണ്ടിട്ടുണ്ടോ അവിടെ മൊത്തം ഈ പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെറുപ്പീര് ഈ ഒരു 3 പിന്നെ സോങ് ഒരു ആവശ്യമില്ലാതെ 3-4 സോങ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വെറുപ്പീര് വേറെ ജെക്സ് ബിജോയുടെ മ്യൂസിക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തോ വെറുപ്പീര് കൊണ അല്ല, എന്തുവാ മറ്റേ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനുണ്ടല്ലോ, അതിനകത്ത് കുഞ്ഞപ്പന് കൊടുത്തേക്കുന്ന ഓരോ മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് എടുത്ത് ഇതിനകത്ത് അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. അതേപോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു.
അങ്ങനെ ഇതിനകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ടോട്ടൽ തുടക്കം ഉർവശി തിയേറ്റേഴ്സ് എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു ഇതും കൊള്ളായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു ഇന്റർവെൽ ആവുന്നതിന് മുമ്പ് ഒരു ഫൈറ്റ് സീനുണ്ട്, അത് കൊള്ളായിരുന്നു. പിന്നെ പുഷ്പയുടെയും പിന്നെ ലോകേഷിന്റെ പടങ്ങളുണ്ടല്ലോ, ഒരു സോങ് ഇട്ടിട്ട് പരിപാടി വല്ലവരും ചെയ്ത് ഹിറ്റാക്കിയ സാധനം, ഇവർക്കായിട്ട് സ്വന്തമായിട്ടൊരു സാധനം ഇല്ലേ, വല്ലവരും ചെയ്ത് ഹിറ്റാക്കിയ സാധനം എടുത്തുകൊണ്ട് വന്ന് പിന്നെ അപ്ലൈ ചെയ്ത് ഇവിടുത്തെ ആൾക്കാർ ഹിറ്റ് അടിപ്പിക്കാൻ നോക്കും. ഡയറക്ഷന്റെ പോരായ്മകളുണ്ട്. ഡയറക്ഷന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വരുന്ന ഒരു സീനുണ്ട്, ഇവർ തമ്മിൽ കാണുന്ന ആ സാറും ഡബിൾ മോക്കനെ പൃഥ്വിരാജും കൂടി കാണുന്ന ഒരു സീനുണ്ട്. അപ്പം ഈ പൃഥ്വിരാജിനൊരു നോവലി പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജിനൊരു ചന്ദനമരം, അതായത് വിലായത്ത് ബുദ്ധയെ ഒന്ന് നോട്ടമിടുന്ന ഒരു സീനുണ്ട്. അത് കാണിക്കാൻ വേണ്ടി അവർ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു സീനുണ്ട്. അതായത് പൃഥ്വിരാജ് മുറുക്കുന്ന ആളാണേ. അപ്പോൾ ഈ മുറുക്കുമ്പോൾ തുപ്പണ്ടേ, നമുക്കൊന്ന് തുപ്പണം, അതൊന്നും മാറി നിന്ന് തുപ്പേണ്ട കാര്യമുള്ളൂ. പുള്ളിയെല്ലാം മൂത്രം ഒഴിക്കാൻ പോകുന്നതിൻ്റെ കൂട്ടാണ് ഒരു 1/2 കിലോമീറ്റർ നടന്ന് കറക്റ്റ് ആ ചന്ദനത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടാണ് തുപ്പുന്നത്. ചന്ദനത്തിൻ്റെ അടുത്ത് വരെ അപ്പോൾ അത് അവിടെയൊക്കെ ഡയറക്ഷൻ്റെ പോരായ്മ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഫ്ലാഷ് ബാക്കിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ മൊത്തത്തിൽ സ്ക്രിപ്റ്റ് മൊത്തം താഴോട്ട, അതിനകത്ത് എൻ്റെ ഇടയ്ക്കൂടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കിനകത്ത് പൃഥ്വിരാജിൻ്റെ സാർ അടിക്കുന്ന സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെയും പുസ്തകം വരുന്നത്, അത് എന്തോ പുള്ളിയുടെ കയ്യിൽ കാന്തം ഉണ്ടായിരുന്നു, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ തന്നെ ഒരു ബുള്ളറ്റ്, എൻ്റെ കയ്യിലൊരു ബുള്ളറ്റ് കൊള്ളുവേ, ബുള്ളറ്റും പുള്ളി ഒരിടത്ത് അത് പറയുന്നില്ല, ഒരിടത്ത് ഓടിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് ബുള്ളറ്റാണ്. ആ ബുള്ളറ്റ് എടുത്തോണ്ട് പോകുന്നതൊന്നും കാണിക്കുന്നൊന്നുമില്ല. നോവലിലല്ലാത്ത എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ച് കൂട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അത് കിടലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കഴിയുവാണെങ്കിൽ ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫ്. മൊത്തത്തിൽ പോകുകയാണെങ്കിൽ ഇത് എവിടെ നോവലെന്ന് ആലോചിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു പടം വെട്ടി കളഞ്ഞിട്ട് 1 മണിക്കൂർ ആ പൃഥ്വിരാജും പ്രിയമദ കൃഷ്ണനും വെറുപ്പിച്ച കുറച്ച് സെക്സ് സീനുണ്ട്, ഇതെല്ലാം കൂടി വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറുണ്ട് പടം. ഇത് 2 എണ്ണം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറാവും പടം. ആ 1 മണിക്കൂറിനകത്ത് 2 സോങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പടം 3/4 മണിക്കൂറായി കാണുമായിരിക്കും. ഈ 3/4 മണിക്കൂർ ഒരു ഷോർട്ട് ഫിലിമാക്കി ഇറക്കേണ്ട ഒരു സാധനമാണ് ഈ 3 മണിക്കൂർ ഇട്ട് വെറുപ്പിച്ച് പണ്ടാരം അടക്കി വെച്ചേക്കുന്നത്. എനിക്ക് പിന്നെ മാസ സീനൊക്കെ പൃഥ്വിരാജ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് മാസമായിട്ട് നമുക്ക് തോന്നണ്ടേ. പുള്ളി എന്തൊക്കെയോ ആ ഒരു എക്കം വെച്ചുള്ള ശബ്ദം വെച്ച് ആ ഒരു എക്കം വെച്ചുള്ള കാര്യം പറച്ചില് മാസ് നമുക്ക് തോന്നുന്നില്ല. ടോട്ടലി നോക്കുവാണെങ്കിൽ നമുക്ക് നോവലിൻ്റെ എന്തോ ഒരു തീം എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സിനിമാറ്റിക് മോഡലിൽ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് ടോട്ടലി തോന്നിയത്. അപ്പം ഒരു ബോർ പടം വിലായത്ത് ബുദ്ധ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.